ഹലോ ഡിയേഴ്സ്, നമുക്ക് എന്തായാലും വരാവുന്ന ഒരു ചോദ്യമാണ് പ്രയോഗ ഭംഗി അല്ലെങ്കിൽ എന്താണ് വരികൾ തന്നിട്ട് അതിന്റെ ആശയം എഴുതാൻ വേണ്ടിയിട്ട് 3 മാർക്കിനോ 5 മാർക്കിനോ നമുക്ക് എന്തായാലും ചോദിക്കാവുന്ന ചോദ്യമാണ്. ഇവിടെ നമുക്ക് വരാൻ സാധ്യതയുള്ള വരികളാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് പാഠഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് പ്രയോഗങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് വെക്കാനൊന്നും മറക്കരുത്. കമന്റ് കൂടെ നിങ്ങൾ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തോളണം. ഇവിടെ നോക്കിയടാ, കരിമുകിൽ പോലെ വേലക്കാർ. വേലക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് കർഷകരെയാണ്. എങ്ങനെയാണോ കറുത്ത മേഘം വന്ന് നമ്മുടെ മണ്ണിനെ നനയിപ്പിച്ച് അല്ലെ മഴ പെയ്യിപ്പിച്ച് ഈ ഭൂമിയെ വീണ്ടും എന്താണ് സമൃദ്ധമാക്കുന്നത് അല്ലെങ്കിൽ മണ്ണിൽ എന്താണ് ജീവൻ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെയാണ് എന്താണ് നമ്മുടെ കർഷകര് ഈ വരണ്ട ഭൂമിയിൽ വന്നിട്ട് നമ്മുടെ മണ്ണിനെ എന്താക്കും, പൊന്നണിയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ വരികളിൽ തെളിയുന്നത്. തൊഴിലാളികളുടെ വരവിനെ കരിമുകിലിനോട് ഉപമിക്കുന്നതിലൂടെ അവരുടെ വരവ് പ്രതീക്ഷയും മാറ്റവും വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളിനീർ കുളിരുകളും. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് എന്താണ്, ഈ കൃഷിഭൂമി നശിച്ചു അല്ലെ, ഇനിയും വീണ്ടും എന്താണ് കൃഷിഭൂമിയെ മാറ്റണം അല്ലെങ്കിൽ ആ ഒരു ദൃഢനിശ്ചയം അല്ലെ, ഈ ഭൂമിയെ എന്താണ് വീണ്ടും സമ്പന്നമാക്കും എന്നുള്ള ദൃഢനിശ്ചയമാണ് മിന്നൽ പിണരുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. തെളിനീർ കുളിരുകളും എന്ന് പറയുന്നത് അവരുടെ മനസ്സിന്റെ വിശാലത, ആ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വരികൾ തൊഴിലാളികളുടെ ദൃഢനിശ്ചയത്തെയും അവരുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രകൃതിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള അവരുടെ കഴിവിനെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ട് മെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ. ഇനി എന്താണ്, ഇത്രയും കാലം മുതലാളിമാർ പിടിച്ചു കെട്ടിയ ഭൂമിയെ വീണ്ടും എന്താണ് ഒരു മാറ്റം ഉണ്ടാക്കും, വീണ്ടും കൃഷിഭൂമിയാക്കി മാറ്റും എന്നുള്ളതാണ് പെരുവഴികളെ ഇട്ട് മെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു എന്ന് പറയുന്നത്. ഓക്കെ, തൊഴിലാളികളുടെ പ്രവർത്തനങ്ങൾ പഴയ വ്യവസ്ഥയെ തകർക്കുന്നതിനെയും പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുന്നതിനെയുമാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.